കാര്യത്തിനാണ് പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നോട്ടീസ് പ്രകാരം സ്റ്റേഷനിൽ ഹാജരാകുന്ന പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യുമായിരുന്നു എന്നാണ് മലയാള മാധ്യമങ്ങളിലടക്കം പറഞ്ഞിരുന്നത്. എന്തു കാര്യത്തിനാണ് പി.സി. ജോർജിനെ അറസ്റ്റ് ചെയ്യുക? അദ്ദേഹം എവിടെയെങ്കിലും കലാപമുണ്ടാക്കിയോ? ഏതെങ്കിലും മതത്തിന്റെ വിശ്വാസങ്ങളെ അപമാനിച്ചോ? ഒരു ചാനൽ ചർച്ചയിൽ എതിരാളിയുമായി തർക്കത്തിലേർപ്പെട്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം വെച്ച് എങ്ങനെയാണ് ഒരു വ്യക്തിക്കെതിരെ കേസെടുക്കാനോ ശിക്ഷിക്കാനോ കഴിയുക? എതിർ പാനലിസ്റ്റായ ഷക്കീർ എന്ന ലീഗ് നേതാവിനോട് തർക്കിച്ച് ജയിക്കുക എന്നതിനപ്പുറം മറ്റൊരു ഉദ്ദേശവും പി.സി. ജോർജിനില്ലായിരുന്നു. ചാനൽ ചർച്ചകളിൽ പല നേതാക്കളും പറയാറുള്ള മറ്റു മതസ്ഥരെ പറ്റി പറയുന്ന നുണകളായ കാര്യങ്ങളും നോക്കിയാൽ ഇക്കണക്കിന് അവർക്ക് കോടതി കയറിയിറങ്ങാനേ സമയം കാണും. ഷക്കീറിനെയോ അയാള് പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തെയോ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഉള്ള യാതൊരു ധ്വനിയും പി.സി. ജോർജിന് സംസാരത്തിൽ ഉണ്ടായിരുന്നുമില്ല. അതുമാത്രമല്ല, വാദപ്രതിവാദം നടന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പിൻവലിക്കുന്നുവെന്നും വിഷമം തോന്നിയെങ്കിൽ അതിൽ ക്ഷമ പറയുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ എന്തു കുറ്റമാണ് പ്രതിഭാഗം ഇവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്? ഒരു കാര്യം മനസ്സിലാക്കുക, കുറച്ചാളുകൾ ലോലഹൃദയരാണ്, തൊട്ടാൽ വ്രണപ്പെടുന്ന മനസ്സുള്ളവരാണ്. അതുകൊണ്ട് അത്തരക്കാരോട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാലോ മതവിമർശനം നടത്തിയാലോ ഇന്ത്യൻ നിയമസംഹിത പ്രകാരം ഇത്രയും കൂടുതൽ തീവ്രതയിൽ കേസെടുക്കാനുള്ള വകുപ്പൊന്നുമില്ല. വാദി കഠിനഹൃദയനായാലും ലോലഹൃദയനായാലും കേസ് വരുന്നത് പറഞ്ഞ കാര്യത്തിന്റെ മെറിറ്റ് അനുസരിച്ചാണ്, പ്രതിയുടെ ഉദ്ദേശശുദ്ധി അടിസ്ഥാനപ്പെടുത്തിയാണ്. തേങ്ങ തലയിൽ വീണ ഒരു വ്യക്തി കൂടുതൽ ഉറക്കെ നിലവിളിച്ചു എന്നുകരുതി മരുമോന്റെ സമുദായത്തെ വശീകരിക്കാൻ കൂടുതൽ വകുപ്പുകൾ ചേർക്കാൻ കഴിയില്ലല്ലോ. പി.സി. ജോർജ് പറഞ്ഞത് ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ്, അതും ഒരു തർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യത്തിൽ. ശേഷം അത് പിൻവലിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ഈ വിഷയം അവിടെ അവസാനിപ്പിക്കേണ്ടതാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാ പൗരന്മാർക്കുമുണ്ട്. മറ്റാരുടെ ജീവനും നിലനിൽപ്പിനും ഭീഷണി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരം വിഷയങ്ങളിൽ കേസെടുക്കുന്നത്. ഒന്നോർക്കണം, ഈരാറ്റുപേട്ടയിൽ പി.സിക്കെതിരെ കേസെടുത്ത യൂത്ത് ലീഗിന്റെ റാലിയിലാണ് ഒരു വിഭാഗം ആളുകളെ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ടു കത്തിക്കുമെന്ന് മുദ്രാവാക്യം വിളിച്ചത്. അന്ന് ഒരു പ്രവർത്തകനെ പാർട്ടിയിൽ നിന്നും ഈ പേരിൽ പുറത്താക്കിയതല്ലാതെ കേസ് എന്തെങ്കിലും എടുത്തിരുന്നോ യൂത്ത് ലീഗുകാരെ? പി.സി. ജോർജ് ചാനൽ ചർച്ചയിൽ പറഞ്ഞത് കേവലം ഒരു അഭിപ്രായമായിരുന്നുവെങ്കിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞത് ഒരു വിഭാഗത്തിനെതിരെയുള്ള വംശഹത്യ ആഹ്വാനമായിരുന്നു. മുദ്രാവാക്യം വിളിച്ചവനും ഏറ്റുപറഞ്ഞവനും സംഘടനാ നേതാക്കൾക്കും ഒക്കെ എതിരെ ക്രിമിനൽ കേസെടുക്കേണ്ട വകുപ്പായിരുന്നു അത്. പക്ഷേ ഒന്നും നടന്നില്ല. ഇവിടെ വാർത്തയാകുന്നതും ചർച്ചയാകുന്നതും കേസെടുക്കുന്നതുമൊക്കെ ഒരു വിഭാഗത്തിനെതിരെയുള്ള പരാമർശങ്ങൾ വരുമ്പോൾ മാത്രമാണല്ലോ. കുംഭമേളയെ പരിഹസിക്കാം, ശിവലിംഗത്തെ അവഹേളിക്കാം, ഒരു വിഭാഗം ഹിന്ദു സ്ത്രീകളെ ബ്രാഹ്മണരുടെ കൊച്ചിനെ പ്രസവിക്കാൻ നടക്കുന്നവർ ആണെന്ന് പരസ്യമായി പറയാം, ഗണപതി മിത്താണെന്ന് പറയാം, ക്ഷേത്രത്തിന് പിരിവ് കൊടുക്കുന്നത് വേശ്യാലയത്തിൽ കൊടുക്കുന്നതിന് സമം എന്ന് പറയാം, ഓണം, വിഷു, ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കരുത് എന്ന് പറയാം, സ്വന്തം രാജ്യത്തെ പട്ടാള മേധാവി അന്തരിച്ചാൽ പരിഹാസച്ചിരി നടത്താം, ബംഗ്ലാദേശി അതിഥികളും ICS ആംഗ്ലമാരും താലിബാൻ വിസ്മയും ഹമാസ് പോരാളികളുമാക്കാം, തീവ്രവാദി നേതാക്കളെ കൊണ്ട് സമ്മേളനം ഉദ്ഘാടിക്കാം, അവരുടെ ചിത്രം കൊണ്ടു നടന്ന് ആനപ്പുറത്ത് എഴുന്നള്ളിക്കാം. അത്തരം വാർത്തകൾ ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയാക്കാം. വിനോദസഞ്ചാരികളായ ഇസ്രായേലികളെ അപമാനിക്കാം. ഇവിടെ ആരും കേസെടുക്കില്ല, നോട്ടീസ് അയക്കില്ല, ചാനൽ ചർച്ചയും നടക്കില്ല. ഇതൊന്നും ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെ അകറ്റുമെന്നോ നിക്ഷേപകരെ പിന്തിരിപ്പിക്കുമെന്നോ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് പ്രയാസമുണ്ടാക്കുമെന്നോ ആരും പറയില്ല. ആകെക്കുറ്റം പി.സി. ജോർജിന് മാത്രം. ഇന്ന് BJP-യിലാണെന്ന കടുത്ത പാപഭാരം നേരിടുന്ന ആ മനുഷ്യനെ തള്ളിപ്പറയുന്നതിന്റെ തോതനുസരിച്ചാണ് മാധ്യമങ്ങളായ നിങ്ങളിലെ മതേതരത്വം അളക്കപ്പെടുന്നതും.